ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടെ ഇരിക്കുന്നവരും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന യോഗ്യത നേടിയവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്ന നമ്മളും ആ യോഗ്യത പ്രാപിച്ചവരാണെങ്കിൽ അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കുകയും ചെയ്യും. ഇവിടെ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എന്നും ജീവനോടെ ഇരിക്കുന്നവർ അതിനുശേഷം എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കും എന്ന് 1 തെസ്സലോനിക്കർ 4:16 എഴുതിയിരിക്കുന്നു. ജീവനോടെ ഇരിക്കുന്ന നമ്മൾ നിദ്ര കൊണ്ടവർക്ക്, അതായത് മരിച്ചവർക്ക് മുമ്പാകുകയില്ല എന്ന് 1 തെസ്സലോനിക്കർ 4:15 പറയുന്നു. യേശുവിൽ നിദ്ര കൊണ്ടവരെയും ദൈവം അവനോടുകൂടെ വരുത്തും എന്ന് 1 തെസ്സലോനിക്കർ 4:14 എഴുതിയിരിക്കുന്നു. ഒന്നാമതായി ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമതായി അവർ ജീവനോടെ ഇരിക്കുന്നവർക്ക് മുമ്പേ എടുക്കപ്പെടും. മൂന്നാമതായി യേശു അവരെ തന്നോടുകൂടെ കൊണ്ടുവരും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമുക്ക് മരണം എന്നതില്ല, അതായത് രൂപാന്തരപ്പെട്ട് എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇത് മനസ്സിലാക്കുന്നതിനായി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് യോഹന്നാൻ 11:25-26 വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് കർത്താവ് മാർത്തയോടും മറിയയോടും പറയുന്ന തിരുവചനമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നത് ക്രിസ്തുവിൽ മരിക്കുന്നവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും മരിക്കാതെ ഇരിക്കുമെന്നത് പിന്നീട് ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ എടുക്കപ്പെടുകയും എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്നതിനെ വെളിപ്പെടുത്തുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സ്ഥാനത്തിലാണ് ഈ തിരുവചനം കാണുന്നത്. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നീട് ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വിശ്വസിക്കുന്നവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് കർത്താവ് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ ലഭിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് എബ്രായർ 10:23 എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ വാഗ്ദത്തം എന്നത് അവരുടെ വരവിൽ അവരോട് എടുക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. റോമർ 5-ാം അധ്യായം അതിന്റെ 5 ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പൗലോസ് എഴുതുന്നു. അതിനാൽ വിശ്വാസം പ്രത്യാശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രായർ 11:1 ഈ വിശ്വാസവും പ്രത്യാശയും ഒന്നായി ചേരുന്നത് നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 13 പൗലോസ് എഴുതുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമായി പ്രാപിക്കാനും അത് വെളിപ്പെടുത്തുവാനും കഴിയുന്ന കൂട്ടായ്മയാണ് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും. ഇവയെ സ്ഥിരീകരിക്കുന്നതിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസിന്റെ മരണത്തെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ച് ഞാൻ വരുവോളം ഇവൻ ഇരിക്കട്ടെ എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത് എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ പത്രോസ് ക്രിസ്തുവിൽ മരിക്കുന്ന സ്ഥാനത്തിലും യോഹന്നാൻ അങ്ങേ കാണാൻ ജീവിച്ചിരിക്കേണ്ടവനായും ഇവിടെ പറയപ്പെടുന്നുണ്ടെങ്കിലും യേശുവിന്റെ 2ാം വരവ് വരെ യോഹന്നാൻ ജീവിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. യോഹന്നാൻ 21-ാം അധ്യായം അതിന്റെ 22-23 വചനം യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ യോഹന്നാൻ മരിക്കയില്ല എന്നൊരു സംസാരം സഹോദരങ്ങൾക്കിടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കയില്ല എന്നല്ല യേശു പറഞ്ഞത്, മറിച്ച് ഞാൻ വരുവോളം ഇവിടെ ഇരിക്കട്ടെ എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്ക് എന്ത് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ പത്രോസ് രക്തസാക്ഷിയായി മരിച്ചുവെന്ന് നാം കാണുന്നു. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ല മരിച്ചത്. അദ്ദേഹം ദീർഘായുസുള്ളവനായി ഏകദേശം 100 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒന്നാമതായി
തെസ്സലോനിയർക്കുള്ള ലേഖനത്തിലും ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ എന്ന സത്യം നാം മനസ്സിലാക്കി. 2. മാർത്തയോടും മറിയയോടും സംസാരിച്ചതിലും ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ എന്നതിനെക്കുറിച്ച് നാം ഗ്രഹിച്ചു. 3. ഇവിടെ പത്രോസിലും യോഹന്നാനിലും ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ എന്ന സത്യം നാം തിരിച്ചറിഞ്ഞു. ഈ സത്യങ്ങൾക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.